അമ്മേ, അമ്മച്ചി, എന്താടാ മേരി എങ്ങോട്ടാ പോയത്? അവള് സിസ്റ്റർ മെർലിറ്റെ കാണാൻ കോൺവെന്റിൽ പോയി. അമ്മച്ചി കോൺവെന്റിലേക്ക് ഒന്ന് വിളിച്ചേ. സിസ്റ്റർ മേരിയുടെ അമ്മച്ചിയാ. മോളവിടെ വന്നിരുന്നോ? അവളവിടെ ചെന്നിട്ടില്ലാന്ന്. എന്താടാ ജോണിച്ചായ, ചതിവ് പറ്റുമെന്നൊരു സംശയം. ആ സോളമനെ രാവിലെ മുതൽ കാണാനില്ല. കവലയിൽ ഒരു ന്യൂസ് വരുന്നിട്ടുണ്ട്, അവൾ ആ സോളമന്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. അപ്പൊ ഇതൊക്കെയാണ് സോളമന്റെ പ്രശ്നങ്ങൾ. ധൈര്യമില്ലാത്ത താനെങ്ങനെ ഈ കുട്ടിയെ സ്നേഹിച്ചു? ഇത്രയും അടി കൊണ്ടിട്ടും ഈ കുട്ടിയോടുള്ള സ്നേഹം എന്തുകൊണ്ട് പോയില്ല? പ്രശ്നങ്ങളെ നേരിടാനുള്ള ധൈര്യം ഇല്ലെങ്കിൽ ഈ ഇഷ്ടമൊക്കെ വേണ്ടെന്ന് വെച്ചൂടെ? അപ്പൊ തന്റെ മനസ്സിൽ ധൈര്യമൊക്കെ ഉണ്ട്. യാതൊരു കാര്യപ്രാപ്തി ഇല്ലെങ്കിൽ തനിക്കൊരു സംവിധായകനാകാൻ കഴിയില്ല, സീരിയൽ ഡയറക്ടർ ചെയ്യാനും കഴിയില്ല. താനൊരു കാര്യം ചെയ്യും, ആദ്യം ആ സീരിയൽ അങ്ങ് പൂർത്തിയാക്കുക. അതൊന്നും ഇനി നടക്കൂല പോത്തൻ ഡോക്ടറെ. യൂദാസായിട്ട് അഭിനയിക്കുന്നവൻ വാർക്കപ്പണി കളഞ്ഞു വരാൻ പറ്റില്ലെന്ന് പീലാത്തോസിനെ വിളിച്ചപ്പോ അവൻ പിന്നെയും കൈയഴുകി. തട്ടുകടയിലെന്നും പ്ലേറ്റ് എഴുകലാ പണിയുന്നു. എല്ലാം പോട്ടെ, ഉണ്ണീശുണ്ടല്ലോ വല്ലാണ്ട് വളർന്നു വലുതായി, ഇപ്പൊ 2ാം ക്ലാസ്സിലാ. ഇനി അതൊന്നും നടക്കില്ല ഡോക്ടറെ. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല, പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടണം. ധൈര്യം വെക്കാനുള്ള എന്തെങ്കിലും മരുന്നുണ്ടോ ഡോക്ടർ? മരുന്നോ? മനസ്സാണ് ഏറ്റവും വലിയ മരുന്ന്. ഇത് കൗൺസിലിംഗ് കൊണ്ട് ശരിയാക്കാനുള്ളതേ ഉള്ളൂ. ധൈര്യമായിട്ടിരുന്നുള്ളൂ. ധൈര്യം ഇല്ലല്ലോ ഡോക്ടർ. എന്നാ പിന്നെ ചുമ്മാ ഇരുന്നാ മതി. രാഷ്ട്രീയ കാപാലികന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ സെക്രട്ടറി MS മേനോന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് കടകമ്പോളങ്ങൾ അടച്ച് ഹർത്താൽ ആചരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കർത്താവേ, ഹർത്താല്! ഞാൻ അപ്പഴേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. ഇന്ന സമയത്ത് ഞാൻ കണ്ടില്ല, അപ്പൻ എന്നെ കൊല്ലും. ഏത് സമയത്ത്? ആ കുഞ്ഞാട് എങ്ങോട്ടാ പോയത്? എന്നോടൊന്നും പറഞ്ഞില്ല. എന്താ ജോണിക്കുട്ടി? ഏയ് ഒന്നുമില്ല. അവരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ആരെ കുറിച്ച്? അല്ല, ഒരു കരക്കമ്പി കേട്ടായിരുന്നു, സോളമനെ അവിടുത്തെ കൊച്ചിനെയും കാണാനില്ലാന്ന്. വല്ലവനും പറയുന്നിട്ട് വേണ്ടാതിനും പാടി കിടന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ജീപ്പ് എടുത്ത് ഇങ്ങനെ പരക്കം പായുന്നത്? നിന്റെ അമ്മച്ചിക്ക് സംബന്ധം ആലോചിക്കാൻ അറിയണോടാ. കോൺവെന്റിൽ പോയ പെങ്ങളെ കുറിച്ച് വല്ല അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ വിവരം അറിയുന്നേ. അറിയും. ഹർത്താലിൽ പരക്കിയ ആക്രമണം. കൊല്ലപ്പെട്ട MS മേനോന് അനുശോചനം രേഖപ്പെടുത്തി നടത്തിയ ഹർത്താലിൽ വ്യാപകമായ കല്ലേറും അക്രമവും. ജോണിക്കുട്ടി, നിങ്ങളുടെ പെങ്ങള്. ബസ് യാത്രക്കാരിയായ യുവതിക്ക് കല്ലേറിൽ ഗുരുതരമായ പരിക്ക്. ആ ദാരുണ ദൃശ്യം കണ്ട് കൂടെയുള്ള സുഹൃത്തായ യുവാവ് കുഴഞ്ഞു വീണു. ജോണിക്കുട്ടി, ഇനി നാട്ടുകാരറിയോന്നുള്ള ചമ്മല് വേണ്ട. ടൗണിൽ ആശുപത്രി ചെന്നാൽ 2നെയും കൈയോടെ പൊക്കാം. എന്നിട്ട് മാന്യമായിട്ട് അവരുടെ കല്യാണം നടത്തി കൊടുക്കുക. അയ്യോ, വണ്ടിയും പോയി. അവരിങ്ങോട്ട് വരണ പോലെ തോന്നുന്നുണ്ടല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിൽക്ക്. നിനക്ക് മാറിയെന്നൂടെ? എന്റെ കൈയും കാലം അനങ്ങണില്ല. പറഞ്ഞപ്പോഴേക്കും മാറിക്ക. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? ഇങ്ങോട്ട് വേണ്ട, അവളൊന്നും ചെയ്യരുത്. ഇങ്ങോട്ട് വരാൻ. ജോൺകുട്ടി, വേണ്ടോ? അയ്യോ, എന്റെ കുഞ്ഞിന്റെ തലല്ലേ ജോണിക്കുട്ടി. എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. അപ്പ ചെയ്യല്ലേ.
അപ്പനെ ചെയ്യല്ലേ. അയ്യോ കുഞ്ഞിനെ തല്ലാടാ. ഇനി നിന്റെ നിഴൽ അവളുടെ ദേഹത്ത് വീണ കുടുംബത്തോടെ കത്തിച്ചു കളയും ഞാൻ, കേട്ടോടാ. വാടാ. അപ്പനെന്തിനെ തടയാൻ വന്നേ? അവരെന്നെ തല്ലിച്ച് പോവൂലേ? ഒരു കുർബാന കഴിഞ്ഞ ആളുകൾ പോണ പോലെ കണ്ടാ പോരായിരുന്നോ? ആ സാറേ, ഒരാഴ്ചയായിട്ട് പെട്ടി ഒന്നും അനങ്ങിട്ടില്ല, ഒന്ന് സഹായിക്കും സാറേ. ഒന്ന് പോടോ. അത്യാസന്ന നിലയിലാണെന്ന് തോന്നുന്നു. ക്രിസ്ത്യാനിയാണല്ലേ? അതെ. എന്താ? അല്ല, ഹൈറ്റ് ഒരു 5'2" കാണായിരിക്കും അല്ലേ? കാണും. ഹാർട്ടുണ്ട്. അവന്മാര് കണ്ണി ചോരയില്ലാതെ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. എന്റെ മക്കളായാലും ശരി, പോലീസിൽ കേസ് കൊടുക്കണം. അല്ലേ മേരി? എന്നിട്ട് വേണം ജോണിക്കുട്ടി ഇനിയും വന്ന് തല്ലാൻ. എനിക്കിതൊക്കെ ശീലായി. അടി കൊണ്ട് ദേഹം മുഴുവൻ തഴമ്പാ. അപ്പന്റെ കാര്യം ആലോചിക്കുമ്പോഴേ സങ്കടമുള്ളൂ. ഓ, എന്താ ലോനപ്പാ കഴുകനെ പോലെ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കണേ? എന്നാലും മക്കള് ജീവിതത്തിൽ കടന്ന കൈയായി പോയിട്ടിച്ചാ. അത് തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ ശരിക്കും ശകാരിച്ചു. ഇളയവൻ റോയിച്ചൻ കരഞ്ഞില്ലാന്നേ ഉള്ളൂ. ചെയ്തത് അബദ്ധമായി പോയി എന്ന് അവർക്ക് മനസ്സിലായി. ഇവരോട് വന്ന് മാപ്പ് പറയാതെ ഒരുത്തനും ഒരു തുള്ളി ബ്രാൻഡി കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അവസാനം 3 പേരും വന്ന് മാപ്പ് പറയാതെ സമ്മതിച്ചു. ആ ദേ പോക്കികൾക്ക് 100 ആയുസ് അതേ വരുന്നു. മാപ്പ് പറഞ്ഞോളൂ. എടാ നായിന്റെ മോനെ, അയ്യോ, എന്തോ നിന്നോട് കുറച്ച് കാര്യങ്ങളോട് പറയാനാ ഞങ്ങളോട് വന്നത്. എന്താ ജോണിക്കുട്ടി മാപ്പ് പറയാന്ന് പറഞ്ഞിട്ട്? ഇനി നീ അബദ്ധത്തിൽ പോലും മേരിയുടെ മുന്നിൽ വന്ന് നിൽക്കരുത്. ഞായറാഴ്ച പള്ളിയിൽ ആദ്യത്തെ കുർബാനയ്ക്ക് അവള് വരുന്നത്. ആ കുർബാനയ്ക്ക് പോലും നിന്നെ കണ്ടുപോരുത്. കുർബാന മുടക്കുന്നത് പാപല്ലേ ജോണിക്കുട്ടി? 3ാമത്തെ കുട്ടികളുടെ കുർബാനയ്ക്ക് വന്നോട്ടെ. എനിക്ക് കുട്ടികളുടെ കുർബാന ഇഷ്ടാ. എന്നാ നിനക്ക് നഴ്സറി സ്കൂളിൽ പോയി കൊടുറ പന്നി. കമ്പ്യൂട്ടർ ക്ലാസ്. ആ രാവിലെ 9 മണിക്ക് അവൾ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകും. 9 മുതൽ 2 വരെ നിന്നെ കവലെ കണ്ടുപോരുത്. കൊയർ പ്രാക്ടീസ് പറഞ്ഞു. വൈകിട്ട് 4 മുതൽ 5 വരെ അവള് വടക്കങ്ങാടിയിൽ കൊയർ പ്രാക്ടീസിന് പോകും. ആ പരിസരത്ത് നിന്നെ കണ്ട. ചുരുക്കി പറഞ്ഞാൽ ഇവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. അതെന്നെ നിനക്ക് മനസ്സിലായില്ല? തല്ലുകൊള്ളാതെ ജീവിച്ചു പോണെങ്കിൽ നീ ഇനി അധികം പുറത്തിറങ്ങണ്ട. ഇതിന് വിരുദ്ധമായി നീ എന്തെങ്കിലും പ്രവർത്തിച്ചാ ലോനപ്പാ ഇവന്റെ അളവിൽ ഒരു പെട്ടി നീ തയ്യാറാക്കി വെച്ചോ. വാടാ. നീ വിഷമിക്കണ്ട. ജോണിക്കുട്ടി എന്ത് വിലക്ക് ഏൽപ്പിച്ചാലും അവളുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ, അവള് ചതിക്കാത്തവളാണെങ്കിൽ, നിനക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും അവള് നിന്റെ ജീവിതത്തിലേക്ക് തന്നെ വരും. അവള് ചതിക്കുന്നവളാണെങ്കിൽ വേറെ ഏതെങ്കിലും തെണ്ടി പട്ടി ഏരപ്പ നാറി ശവത്തിന്റെ കൂടെയാണ് പോയിക്കോളും. അതൊക്കെ മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും മേരിക്കുട്ടി. പോട്ടെ കപ്പ്യാരേ.